നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശേ, എന്തായി? വയറിറച്ചി കിട്ടിയോ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാതെ മാന്യമായി സംസാരിച്ചു പോയ ശ്രേയ മേഡം ആകാശിനെ ഒറ്റയ്ക്ക് വിളിച്ച് എന്തുവാ പറഞ്ഞേ? പണിഷ്മെന്റ് ഡ്യൂട്ടിയാണോ അതോ സസ്പെൻഷനോ? ഡിസ്മിസലായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. സസ്പെൻഷനും ഡിസ്മിസലൊന്നും അല്ല വെട്ടിക്കളി. മേഡം ഈ ഫയലോ? എന്ത് ഫയല്? ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ പ്രോജക്ട് ഡീറ്റെയിൽസ്. ഇതെന്താ ആകാശിന്റെ തന്നത്? ഈ പ്രൊജക്ടിന്റെ ഹെഡ് ഞാനാ. കൺഗ്രാറ്റുലേഷൻസ് ആകാശ്. താങ്ക് യു. ആകാശേ, എന്നാലും ഒരു കൺഫ്യൂഷനും? അതെ, ശ്രേയ മേഡം ആകാശുമായിട്ട് നല്ല ടേംസിലല്ലല്ലോ. എന്നിട്ടും പുതിയ പ്രോജക്റ്റ് ആകാശിനെ ഏൽപ്പിച്ച എന്തിനാ? മേഡം പെട്ടെന്നിങ്ങനെ മാറാനുള്ള കാരണം എന്താ? അതെനിക്കും അറിയില്ല വെട്ടിക്കളി. മാഡത്തിന്റെ കാര്യങ്ങൾ ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ആകാശ് ചെയർ എടുത്തു മാറ്റിയപ്പോ റൂൾസ് എല്ലാവർക്കും ഒരേപോലെയാണെന്ന്. ഇപ്പോ ഇതാ ആകാശിന് പുതിയ അസൈൻമെന്റും തന്നു. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു മാജിക് ആണ് സൗമ്യ. ഇനി എല്ലാരും കൂടെ എന്ന് സംസാരിക്കുന്ന കണ്ട മേഡത്തിന്റെ വേറൊരു മാറ്റം കാണേണ്ടി വരും. ആകാശേ, നീ ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കയറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് നടക്കണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. എന്നെ തള്ളിയ നിന്റെ ജീവിതം ഞാൻ അടിക്കുന്ന അടിയിൽ ഒന്നും അല്ലാതായി തീരും. വെയിറ്റ് ആൻഡ് സീ. ചേട്ടാ, ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ആകാശേ, ഇന്ന് എന്റെ ഭാര്യയുടെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു. സാധാരണ അച്ചാറും മുട്ട പൊരിച്ചതുള്ളതാ. ഇന്ന് അച്ചാറ് മാത്രമേ ഉള്ളൂ. ഇനി കോഴിയുടെ മൂഡ് ശരിയില്ലാത്തോണ്ട് മുട്ടയിടാഞ്ഞാണോ എന്നറിയില്ല. ചേട്ടാ, ചാരു എനിക്ക് ഒരുപാട് കറി തന്നു വിട്ടിട്ടുണ്ട്. നമുക്ക് ഷെയർ ചെയ്യാം. അത് വേണ്ട. അത് ചാരുവിന് ആകാശിനുള്ള സ്നേഹമാ. ഈ അച്ചാറും ചോറും എന്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹമാ. അവള് തന്നു വിട്ടതല്ലേ, ഞാൻ ഇത് തന്നെ കഴിച്ചോളാം. വെട്ടിക്കിളി സാറിന്റെ ഭാര്യ ഭാഗ്യവതിയാ. അച്ചാറ് മാത്രമാണ് കൊടുത്തു വിട്ടതെങ്കിലും കുറ്റം പറയാതെ കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കേ. കഴിച്ചു. എന്തിനാ എഴുന്നേൽക്കുന്നേ? ഇരുന്ന് കഴിക്കുന്ന സമയത്ത് രാജാവ് വന്നാലും എഴുന്നേൽക്കാൻ പാടില്ലെന്നാ. ഇന്നു മുതല് ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാ. എല്ലാരും എന്തെങ്കിലും നോക്കുന്നേ? ഇരിക്കേ. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ഇരിക്കും മേഡം. ആകാശിന്റെ വൈഫിന്റെ പാചകം അല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. മാഡം, ചാരുവിന്റെ പാചകം അടിപൊളിയാ. മാഡം ടേസ്റ്റ് നോക്കിയിട്ടില്ലല്ലോ. മീൻകറിയൊക്കെ സൂപ്പറാ. സൗമ്യ പറഞ്ഞത് കറക്റ്റാ. ഞാൻ ആകാശിന്റെ വീട്ടിൽ വെച്ച് ചാരു ഇട്ട് തന്ന ചായ കുടിച്ചു. സൂപ്പറായിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലൊരു ചായ കുടിച്ചിട്ടില്ല. ആകാശേ, വൈഫ് ഉണ്ടാക്കിയ കറികള് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ? അതിനെന്താ മേഡം, ഒരു മിനിറ്റ്.
കഴിക്കും മേഡം. കഴിക്കാം. സൂപ്പർ, കൊള്ളാം. എന്തൊരു ടേസ്റ്റ് ആകാശേ. ഞാൻ ലക്കി. ഇത്ര നാളായിട്ട് എനിക്കിതൊന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റിയില്ലല്ലോ. ഇന്ന് എനിക്കതിന് പറ്റി. ഐ എം സോ ഹാപ്പി. എന്താ കാക്കുച്ചേട്ടാ? എന്താ കാക്കുച്ചേട്ടാ? അടുത്ത് വരരുത്. അടുത്ത് വന്നാ എന്താ കാക്കുതി? ഞാൻ അക്കുചേട്ടനല്ലേ. അടുത്ത് വരണ്ട. ഓ